ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സൽ പി എസ് സി എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ കറണ്ട് അഫെയർ ഭാഗത്തു നിന്നും 2001 മുതൽ 2100 വരെയുള്ള 100 ചോദ്യങ്ങളാണ് പഠിക്കുന്നത്. ആദ്യത്തെ ചോദ്യം: സൈബർ ഇടങ്ങളിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട അശ്ലീല ദൃശ്യങ്ങൾ കണ്ടെത്താൻ കേരള സൈബർ പോലീസ് ആവിഷ്കരിച്ച പദ്ധതി ഓപ്പറേഷൻ പി ഹണ്ട്. 2020 ഡിസംബറിൽ ഇടുക്കി ജില്ലയിലെ മലങ്കര ഡാമിൽ മുങ്ങിമരിച്ച മലയാള സിനിമാ നടൻ അനിൽ നെടുമങ്ങാട്. ദശാബ്ദത്തിലെ ഏകദിന 2020 ടീമുകളുടെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് MS ധോണി. ദശാബ്ദത്തിലെ ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിരാട് കോഹ്ലി. 2020 ഡിസംബറിൽ മതപരിവർത്തനം ലക്ഷ്യമിട്ടുള്ള വിവാഹം കുറ്റകരമാക്കുന്ന ബിൽ പാസാക്കിയ സംസ്ഥാനം മധ്യപ്രദേശ്. ദശാബ്ദത്തിലെ ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിരാട് കോഹ്ലി. 2020 ഡിസംബറിൽ മതപരിവർത്തനം ലക്ഷ്യമിട്ടുള്ള വിവാഹം കുറ്റകരമാകുന്ന ബിൽ പാസാക്കിയ സംസ്ഥാനം മധ്യപ്രദേശ്. സിംഗിങ് ആഫ്റ്റർ ദ സോങ് എന്ന പുസ്തകം രചിച്ച മുൻ കേരള ചീഫ് സെക്രട്ടറി ജിജി തോംസൺ. സിംഗിങ് ആഫ്റ്റർ ദ സോങ്. കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി 2021 നിയമിതനായത് A. ഷാജഹാൻ. 2021 ഹരിവരാസന പുരസ്കാര ജേതാവ് MR വീരമണി രാജു. 2021 കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി തിരുവനന്തപുരം. 2020 അത് മുണ്ടൂർ, പാലക്കാട് ജില്ലയിലെ മുണ്ടൂറായിരുന്നു. കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കാൻ സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി കേരളം. IPL ടീമിൻ്റെ ക്യാപ്റ്റനാകുന്ന ആദ്യ മലയാളി താരം സഞ്ജു സാംസൺ. 2021 പത്മവിഭൂഷൺ ലഭിച്ച ഏക വിദേശി ഷിൻസോ ആബെ. സുഗതകുമാരിയോടുള്ള ആദരസൂചകമായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതി നാട്ടുമാന്തോപ്പുകൾ. സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാർക്കുള്ള കമ്മീഷണറായി നിയമിതനായത് പഞ്ചാബ് കേശൻ. ദേശീയ ബാലികാ ദിനത്തോടനുബന്ധിച്ച് ഉത്തരാഖണ്ഡിൽ ഒരു ദിവസത്തേക്ക് മുഖ്യമന്ത്രിയായത് സൃഷ്ടി ഗോസ്വാമി. കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി പദം വഹിച്ച ശേഷം മുഖ്യ വിവരാവകാശ കമ്മീഷണറായത് വിശ്വാസ് മെഹ്ത. അയ്യപ്പ പണിക്കരുടെ പേരിൽ വിദേശ ഭാഷാ പഠന കേന്ദ്രം സ്ഥാപിതമാകുന്നത് കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ. അടുത്തിടെ അന്തരിച്ച മാത്തൂർ ഗോവിന്ദൻകുട്ടി പ്രശസ്തമായ മേഖല കഥകളി. കഥകളിയിലെ സ്ത്രീവേഷമാണ് അദ്ദേഹം ചെയ്തിരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ കാർഷികാധിഷ്ഠിത സൗരോർജ പ്ലാന്റ് സ്ഥാപിച്ച സംസ്ഥാനം രാജസ്ഥാൻ. ICCയുടെ 2011-20 മികച്ച ഏകദിന 2020 വനിതാ താരം എല്ലിസ് പെറി. ICCയുടെ 2011-20 മികച്ച ടെസ്റ്റ് താരം സ്റ്റീവൻ സ്മിത്ത്. ICCയുടെ 2011-20 മികച്ച 2020 താരം റഷീദ് ഖാൻ. ICCയുടെ 2011-20 ഗാർഫീൽഡ് സോബേഴ്സ് പുരസ്കാരം ലഭിച്ചത് വിരാട് കോഹ്ലി. കേരളത്തിൻ്റെ സ്വന്തം ബ്രാൻഡ് ലാപ്ടോപ്പ് കോക്കോണിക്സ്. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ താലൂക്ക് അട്ടപ്പാടി. 2020 ഗാന്ധി സമാധാന പുരസ്കാര ജേതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ. 2019-20 മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫിക്ക് അർഹമായത് തിരുവനന്തപുരം. 2019-20 മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫിക്ക് അർഹമായത് മുഖത്തല. 2019-20 മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫിക്ക് അർഹമായത് പാപ്പിനിശ്ശേരി. 2021 പൊട്ടിത്തെറിച്ച സൊമേരു അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ്? ഇന്തോനേഷ്യ. 2021 മാർച്ചിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യ കോസ്റ്റ് ഗാർഡിൻ്റെ നിരീക്ഷണ കപ്പൽ വജ്ര. 2021 അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ജൂനിയർ സെലക്ഷൻ കമ്മിറ്റി ചെയർപേഴ്സണായി നിയമിതയായത് PT ഉഷ. 2021 രൂപം കൊണ്ട യാസ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഒമാൻ. 2021 രൂപം കൊണ്ട ടൗട്ടെ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം മ്യാൻമാർ. 2021 പുരുഷ വിഭാഗം ഫ്രഞ്ച് ഓപ്പൺ ജേതാവ് നൊവാക് ദ്യോക്കോവിച്ച്.
2021 വനിതാ വിഭാഗം ഫ്രഞ്ച് ഓപ്പൺ ജേതാവ് ബാർബോ ക്രെജിക്കോവ. 2021 ONB സാഹിത്യ പുരസ്കാരം നിരസിച്ചത് വൈരമുത്തു. 2021 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് നൊവാക് ദ്യോക്കോവിച്ച്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഏത് മിസൈലാണ് അയൽ രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യാൻ തീരുമാനിച്ചത്? ആകാശ്. 2021 സ്വിസ് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ജേതാവ് കരോലിന മാരിൻ. 2021 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം ആവാസ വ്യവസ്ഥയുടെ പുനരുദ്ധാരണം, ഇക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ മൊബൈൽ ആപ്പ് സ്റ്റോർ മൊബൈൽ സേവ ആപ്പ് സ്റ്റോർ. 15ാം നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്ന തീയതി 2021 ഏപ്രിൽ 6. 15ാം നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്ന തീയതി 2021 ഏപ്രിൽ 6. 2021 കേരള ചരിത്രത്തിലെ 23ാമത്തെ മന്ത്രിസഭ അധികാരമേറ്റ തീയതി മെയ് 20. കേരളത്തിലെ എത്രാമത്തെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ? 22ാമത്തെ ഗവർണർ. കേരള നിയമസഭയിലെ എത്രാമത്തെ സ്പീക്കറാണ് MB രാജേഷ്? 23ാമത്തെ സ്പീക്കർ. ഏത് മണ്ഡലത്തിൽ നിന്നാണ് MB രാജേഷ് തിരഞ്ഞെടുക്കപ്പെട്ടത്? തൃത്താല. കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായ ചിറ്റയം ഗോപകുമാർ ഏത് മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചത്? അടൂർ മണ്ഡലത്തിൽ നിന്നും. കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ജയിച്ച മണ്ഡലം പറവൂർ. കേരള നിയമസഭയുടെ പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം വേങ്ങര. കേരള നിയമസഭയിലെ അവസാനത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ജോൺ ഫെർണാണ്ടസ്. സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ MB രാജേഷിന്റെ എതിർ സ്ഥാനാർത്ഥി PC വിഷ്ണുനാഥ്. കുണ്ടറ നിയമസഭാ അംഗമാണ്. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രിക് വെഹിക്കിൾ പോളിസി പ്രഖ്യാപിച്ച സംസ്ഥാനം കർണാടകം. ONV സ്മാരക പുരസ്കാരം 2020 ലഭിച്ചത് K സച്ചിദാനന്ദ്. കേരളത്തിലെ സമ്പൂർണ്ണ രക്തദാന ജില്ല പാലക്കാട്. 17ാം ലോക്സഭയിലെ പ്രോട്ടേം സ്പീക്കർ വീരേന്ദ്രകുമാർ. ISROയുടെ 2021 ആദ്യ ദൗത്യം PSLV C-51. ഇന്ത്യയിലെ ആദ്യത്തെ ബുദ്ധമത തീം പാർക്ക് സാഞ്ചി. നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച ഇന്ത്യ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2020 മുന്നിലെത്തിയ സംസ്ഥാനം കർണാടകം. 2021 ജനുവരിയിൽ അപേക്ഷാ ഫോമുകളിൽ ഭിന്നലിംഗക്കാർക്കായി പ്രത്യേക കോളം അനുവദിച്ച സംസ്ഥാനം കേരളം. കൊല്ലം ജില്ലയിൽ ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം നിലവിൽ വന്നത് ആശ്രാമം. കേരളത്തിലെ ആദ്യത്തെ വനിതാ കൊമേഴ്സ്യൽ പൈലറ്റ് ജെനി ജെറോം. കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വിന്റർ സ്പോർട്സ് അക്കാദമി സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഗുൽമാർഗ്. ഇന്ത്യയിൽ ആദ്യമായി എയർ ടാക്സി ആരംഭിച്ച സംസ്ഥാനം ഹരിയാന. പുരുഷ ലോങ് ജമ്പിൽ ദേശീയ റെക്കോർഡോടെ ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടിയ മലയാളി M ശ്രീശങ്കർ. 2021 ജനുവരിയിൽ കേരളത്തിൽ ആദ്യമായി പാരാസെയിലിംഗ് ആരംഭിച്ച ബീച്ച് കോവളം ഹൗവ ബീച്ച്. ഇന്ത്യ എൻ്റെ പ്രണയവിസ്മയം എന്ന പുസ്തകം രചിച്ചത് ഗോപിനാഥ് മുതുകാട്. 2020-21 കേരള ബഡ്ജറ്റിന്റെ കവർ പേജിലെ ചിത്രം വെടിയേറ്റു വീണ ഗാന്ധി. 2021 ഏപ്രിൽ മുതൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച സംസ്ഥാനം പഞ്ചാബ്. സുപ്രീം കോടതിയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസാണ് NV രമണ? 48ാമത്തെ. ഏത് സംസ്ഥാനക്കാരനാണ് NV രമണ? ആന്ധ്രാപ്രദേശ്. സുപ്രീം കോടതി ജഡ്ജി ആകുന്നതിനു മുൻപ് NV രമണ ചീഫ് ജസ്റ്റിസായിരുന്ന ഹൈക്കോടതി ഡൽഹി. ലോകത്ത് ആദ്യമായി മൃഗങ്ങൾക്കായി COVID-19 വാക്സിൻ വികസിപ്പിച്ച രാജ്യം റഷ്യ. കേരളത്തിലെ സമ്പൂർണ്ണ വനിതാ പാസ്പോർട്ട് സേവാ കേന്ദ്രം ആരംഭിക്കുന്നത് എവിടെയാണ്? തൃപ്പൂണിത്തുറ. 2021 ബജറ്റ് പ്രഖ്യാപനമായി സാഹിത്യ മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല കോട്ടയം. 2021 ബജറ്റിലെ പ്രഖ്യാപനമായ രാജ രവിവർമ്മ സ്ക്വയർ നിലവിൽ വരുന്നത് കിളിമാനൂർ. ദ ഇന്ത്യ സ്റ്റോറി എന്ന പുസ്തകം രചിച്ച മുൻ റിസർവ് ബാങ്ക് ഗവർണർ ബിമൽ ജലാൽ. ഗാർഹിക പീഡനങ്ങളിൽ നിന്നും വനിതകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പും തപാൽ വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി രക്ഷാദൂത്. ജനവാസ കേന്ദ്രങ്ങളിലേക്കിറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ ആരംഭിച്ച പദ്ധതി ആനയ്ക്കെതിരെ തേനീച്ച.
ഒരു പര്യടനത്തിൽ തന്നെ 3 ഫോർമാറ്റുകളിലും ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ച ആദ്യ ക്രിക്കറ്റ് താരമെന്ന നേട്ടം കൈവരിച്ചത് ടി നടരാജൻ. ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടിയ മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ്. 2021 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ അറ്റ് നൈറ്റ് ഓൾ ദ ബ്ലഡ് ഈസ് ബ്ലാക്ക് എന്ന കൃതി രചിച്ചത് ഡേവിഡ് ഡയോഡ്. അറ്റ് നൈറ്റ് ഓൾ ദ ബ്ലഡ് ഈസ് ബ്ലാക്ക് എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അന്ന മോസ്കോ വാക്സ്. PWD റോഡുകളെക്കുറിച്ചുള്ള പരാതികൾ അറിയിക്കാനുള്ള ആപ്പ് PWD ഫോർ യു. 2021 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷണിന് അർഹനായ സംഗീത കലാകാരൻ SP ബാലസുബ്രഹ്മണ്യം. വയോജനങ്ങൾക്കും ജീവിതശൈലീ രോഗങ്ങൾ ഉള്ളവർക്കും മരുന്ന് വീട്ടിലെത്തിക്കാനുള്ള കേരള സർക്കാർ പദ്ധതി കാരുണ്യ അറ്റ് ഹോം. സിനിമയും രാഷ്ട്രീയവും എന്ന പുസ്തകം രചിച്ച മുൻ മന്ത്രി ജോസ് തെറ്റയിൽ. 2021 അധികാരമേറ്റ പിണറായി വിജയൻ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ അംഗങ്ങളുടെ എണ്ണം 21. 2021 നിയമസഭാ സാമാജികനായി 50 വർഷം പൂർത്തിയാക്കിയ കേരളത്തിലെ നേതാവ് ഉമ്മൻ ചാണ്ടി. അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ രണ്ടാമത്തെ താരം സുനിൽ ഛേത്രി. റഷ്യ നിർമ്മിക്കുന്ന 5ാം തലമുറയിൽപ്പെട്ട പുതിയ സുഖോയ് വിമാനം ചെക്ക്മേറ്റ്. സ്പെയിനിന്റെ പ്രിൻസസ് ഓഫ് ഓസ്ട്രിയാസ് എന്ന പുരസ്കാരം 2021 ലഭിച്ച ഇന്ത്യക്കാരൻ അമർത്യ സെൻ. പേപ്പർലെസ് ബജറ്റ് അവതരിപ്പിച്ച ആദ്യ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. 2021 അന്തരിച്ച OP ഭരദ്വാജ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്? ബോക്സിംഗ് പരിശീലനം. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ഡ്രൈവർലെസ് മെട്രോ കാർ എവിടെയാണ്? ബംഗളൂരു. 67ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച ചിത്രം ഏത്? മരയ്ക്കാർ അറബിക്കടലിന്റെ സിംഹം. മരയ്ക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമ സംവിധാനം ചെയ്തത് പ്രിയദർശൻ. നിർമ്മാണം ആന്റണി പെരുമ്പാവൂർ. 67ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച സംവിധായകൻ ആര്? സഞ്ജയ് പൂരൻ സിംഗ് ചൗഹാൻ. ചിത്രം ബഹട്ടർ ഹുരൈൻ. 67ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടൻ മനോജ് വാജ്പേയി ആൻഡ് ധനുഷ്. 67ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടി കങ്കണ റണൌട്ട്. മണികർണിക, ക്വീൻ ഓഫ് ജാൻസി, പാങ്ങ എന്നീ ചിത്രങ്ങൾ. ഇന്നത്തെ 100 ചോദ്യങ്ങളോട് അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.